ഹലോ ഗൈസ്, ഞാൻ അനുഷ. ഞാൻ തിരക്കടിച്ച് ഓടുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഗാങ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരെ കൊണ്ട് തട്ടിയിട്ട് വിട്ട് നടക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചെടുക്കുന്നൊരു വീഡിയോസാണ്. ഇന്ന് എങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. കല്യാണം കഴിഞ്ഞ് പോകാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ ഒഴിവാക്കാറില്ല. പിന്നെ ബസ്സിൽ വിൻഡോ സീറ്റിൽ ഇരുന്ന് പോകാനുള്ള സുഖം അതൊന്ന് വേറെ തന്നെയാണ്. കുട്ടീനെ എടുക്കാണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്ന ഒരു സുഖം തന്നെയല്ലേ അത്. പിന്നെ ബാക്കി എല്ലാ ഫ്രണ്ട്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തി അവിടെ എത്തിയില്ലാന്ന്. അപ്പോൾ ആ ബാലുശ്ശേരിന്ന് കെട്ടിപ്പുറപ്പെട്ട് എങ്ങനെ എത്തുന്ന വലത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വെച്ച്. ചന്തയൊക്കെ തുടങ്ങിയില്ലേ, ഓണല്ലേ. അപ്പോൾ അവിടെ എത്തി. കൊയിലാണ്ടിയ മലബാർ മേള. കയറി ചെല്ലുമ്പോൾ ടോയ്സും എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവിടെ മൊത്തം നിരന്ന് കിടന്നിരുന്നു. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ എല്ലാം ഒന്ന് കൈയിട്ട് വാരി നോക്കും നിങ്ങളൊരു ശീലമാണല്ലോ. അങ്ങനെ എല്ലാത്തിലും കയറി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത സെക്ഷൻ്റെ കാണപ്പെട്ടത് ബുക്സാണ്. ശിവനെ ഇതേത് ജില്ല പറയാൻ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ടൊന്ന് സ്ട്രൈക്ക് ആയത്. റിട്ടേൺ അടിച്ചു വന്ന് നോക്കുമ്പോൾ അശ്വതി. ഈ പഠിപ്പ് ഇവിടെയും പഠിപ്പിത്തരം കാണിക്കുമോ എന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പം അശ്വതി അത് അവിടെ തന്നെ വെച്ചു. ഇതൊന്നും ഇമ്പക്കും പറ്റൂലേ എന്നുള്ളത് അശ്വതി അവിടെ വെച്ചു. ഇന്നാ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ നിന്നപ്പോഴാണ് അനക്ക താരൂസിനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. താരൂസിനെ പണ്ണെപ്പോയിടാൻ വേണ്ടി ഒരു കിലിക്കട്ട വാങ്ങിക്കൊടുത്ത് അവിടെ നിൽക്കുമ്പോൾ അടുത്ത താരം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് താരൂസ്. എൻ്റെ കയ്യിൽ ഒന്നിൻ്റെ മോനെ നടന്ന് പോക്കറ്റ് തപ്പുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ നിന്ന് വീണ്ടും നടന്നു ഞാൻ. എന്നെയൊക്കെ കൈ തടഞ്ഞാൽ വാങ്ങാം, എനിക്കൊരെണ്ണുണ്ടല്ലോ, അവർക്ക് എന്തേ പറ്റിയതുണ്ടോ നോക്കി നടക്കിയിരുന്നേ. അപ്പോഴാണ് വീണ്ടും അനക 100 രൂപന് ചെരുപ്പിന് 50 രൂപ കിട്ടുമെന്ന് വെച്ച് വിലവേശിരിക്കുകയാണ് അവൾ. താരൂസ് അനുഷ അവിടെ ഉണ്ടായിരുന്നു. തവള വാങ്ങിക്കൊടുത്ത് കിലിക്കട്ട പീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. പിന്നെ ഞങ്ങൾ കാറിലെത്തി. താരൂസ് എൻ്റെ കയ്യിലെത്തി. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കാത്തിരുന്ന കക്ഷി എത്തിയിട്ടുണ്ട് കേട്ടോ, കുൽഫി. അവളെയാണെന്ന് കാത്തിരുന്നെന്നുള്ള ഒരു മൊന്തയിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാത്തിരിപ്പിൻ്റെ വേദന എന്നൊക്കെ പറയല്ലോ, അത് ഇവളെ കാത്തിരുന്ന ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് പോയി കിട്ടി. ഞങ്ങൾ 10 ആൾക്കാരാണ്, പക്ഷെ 9 ആൾക്കാരേ ഉള്ളൂ. ഐശ്വര്യ കുട്ടിയാണ് 9 ആൾക്കാർ. എന്നിട്ട് ഒരാൾ തെങ്ങുണ്ടായതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ അക്ഷയ. അവിടെ എത്താനേ കുറച്ച് ലോങ്ങാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം ഊക്കാൻ കിട്ടുന്ന അവസരങ്ങളും സംസാരിക്കാൻ കിട്ടുന്നതും ഒന്നും ഒഴിവാക്കില്ല. കാരണം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്, ഒരുമിച്ച് പോകുന്നത്. ഐശ്വര്യ കല്യാണത്തിനാണെന്ന് പറയാം. ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോകും. മനുഷ്യ വിട്ടായിരുന്നോണ്ടിരിക്കുന്ന തിരക്കില്ല. അവിടെ നിന്നും തട്ടിപ്പറിച്ചാവും. ഇത് അനുഷന്റെ ചോട്ട. താരൂസ് ഇവളുടെ സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗാങ്ങിൻ്റെ കൂടെ ഐശ്വര്യ കല്യാണത്തിന് ഇവളും പുറത്തിറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ബേക്കറിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് എണ്ണ വാങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറീസ് ഒക്കെ പിക്ക് ചെയ്ത് വീണ്ടും കാറിലേക്ക്. അങ്ങനെ അവിടെ വീടെത്താറായി. അവിടെ എത്തിയതും ഞങ്ങൾ 1 by 1 ഇറങ്ങി. സാരദ, വിമന, ഹരിയ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഇറങ്ങി വരുന്നതാണ്. എനിക്കൊരു കല്യാണ സൽക്കാരത്തിന് പോയ ഒരു ഫീലായിരുന്നു. പിന്നെ അനഘയും ഡാഗും അശ്വതിയും ഒക്കെ ഇറങ്ങി. കുൽഫി ഇറങ്ങി നോക്കി നിന്നപ്പോൾ അവൾക്ക് പകരം കവറ ഫസ്റ്റ് കുറച്ച് വന്നത്. കാറ് നിറഞ്ഞത് എല്ലാവരും ഹെയർ തെറ്റിയതും ഡ്രസ്സ് നേരിയാക്കലും ഡ്രസ്സിന് ഇരിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വന്നെല്ലാ ഐറ്റംസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യ വീട്ടിൽ ഫ്രണ്ടിലെത്തി. ഐശ്വര്യ ഓർക്കം കൊണ്ടും കിട്ടിയ ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്ന പാടില്ല കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇടി ഇറക്കി വെച്ച് ചുറ്റിൽ അവിടെ എല്ലാവരോടൊന്നും സംസാരിക്കുകയും അന്വേഷണം ചോദിക്കുകയും എല്ലാം ചെയ്ത ശേഷം ആ റൂമിലും എല്ലാ പരിസരത്തൊന്നും കയറി അടുക്കളയിലേക്ക് ചുറ്റുപാടൊന്നും നോക്കിക്കണ്ട് അതിലേക്ക് ചായ വന്നപ്പോൾ ഞങ്ങൾ പതുക്കെയാണിരുന്ന്. പിന്നെ ഞങ്ങൾ വേറെ ചുറ്റിക്കാണാൻ നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഐശ്വര്യൻ്റെ ചെക്കനോട് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ റബ്ബർ തോട്ടോ മലയോ കുന്നോ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. പിന്നെ ഇപ്പം എല്ലാവരും പറയുമല്ലോ 90s കിഡാണ്, കള്ള വൈബാണ് എന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് വന്നോന്നൊരു ഡൗട്ട്. കാല് വേദനിക്കാനും ശ്വാസം മുട്ടാനും നടക്കാൻ കഴിയാത്തൊക്കെ വന്നു. പിന്നെ എന്നാൽ ഞങ്ങൾ ഫോട്ടോസ് ഒന്നും എടുക്കാൻ മറന്നു കേട്ടോ. ഒരുപാട് നിരത്തിലുള്ള ഫോട്ടോസ്, ഇവിടെ തന്നെ 100 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പല ഭാവത്തിലും പല ഷേപ്പുകളിലും പല പോസുകളിലും കുറേ ഫോട്ടോ പുറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ എടുത്ത് തീരില്ലാന്ന് പറഞ്ഞ ശേഷം എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ പതുക്കെ കഴിയുന്നു. വീട്ടിലെത്തിയത് നല്ല വിശപ്പുണ്ട്. ആരും നോക്കില്ല, അടിച്ചങ്ങ് മാറി ഞാൻ. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് വിശ്രമവേളയിൽ പിന്നെയും ഫോട്ടോസ് എടുത്തു. ഫോട്ടോസിനും വീഡിയോസിനും ഒരു കുറവില്ല. കുറഞ്ഞ ഫോട്ടോസ് വീഡിയോസ് എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് ഫുഡ് കഴിച്ച് ഇവിടെ തന്നെ കയറുന്നുറങ്ങുമോ എന്നുള്ള സംശയം കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ രാവിലെ തുടങ്ങിയ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യുന്നു.